തൃശൂരിൽ പാമ്പ് കടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർക്ക് എതിരെയാണ് അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ആന്റി സ്നേക്ക് വെനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ. MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഈ ഡോക്ടർക്ക് വലിയ പിഴവ് പറ്റി കുഞ്ഞിന് ജീവൻ നഷ്ടമായി എന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗവും വ്യക്തമാകുന്നു. ആശുപത്രിയിൽ അന്ന് സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ട് ചികിത്സ വൈകി? ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇത് പാമ്പ് കടിയേറ്റതാണെന്ന്? അതായത് ഈ സംഭവം നടക്കുന്നത് 2021 മാർച്ച് മാസത്തിലാണ്. മാർച്ച് 24-ാം തീയതിയാണ് ഈ മാളയിലുള്ള ഈ ബിനോയിയുടെ മകൾ അവൻ 3 വയസ്സുകാരിയായ അവറിൻ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വെച്ച് പാമ്പ് കടിക്കുന്നത്. പാമ്പ് കടിച്ച ഉടനെ തന്നെ കുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നവരോട് പറയുന്നു, വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയുമാണ് ഉണ്ടായിരുന്നത്, അവരോട് പറയുന്നു ഈ തന്നെ കോക്കാച്ചി കടിച്ചു എന്നാണ് കുട്ടി പറഞ്ഞതെന്നാണ് പറയുന്നത്. മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മൊഴിയിലുള്ളതാണ്. അങ്ങനെ അവർ ഭയചകിതരായി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കയ്യിൽ ഇവർ പരിശോധിച്ചപ്പോൾ കൈ നീല കളറായി വരുന്നത് കാണുകയും ചെയ്തു. അങ്ങനെ ഈ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് അടിയന്തര ചികിത്സ നൽകേണ്ട കുട്ടിക്ക് പക്ഷേ OP ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഈ വീട്ടുകാർ നേരത്തെ തന്നെ പറയുകയും ചെയ്തു, ഇത്തരത്തിൽ പാമ്പ് കടിച്ചാണെന്ന് സംശയമുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കൃത്യമായി ഉടനടി തന്നെ അടിയന്തര ചികിത്സ നൽകുന്നതിനോ ആന്റിവെനം ഇഞ്ചക്ഷൻ നൽകുന്നതിനോ തയ്യാറായില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പിന്നീട് ഈ കുട്ടിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആ കൊണ്ടുപോകുന്ന വഴിക്ക് 3 വയസ്സുകാരിയായ കുഞ്ഞിയെ മരണമടയുകയും ചെയ്തു. അത് വളരെയേറെ അന്ന് പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഈ വീട്ടുകാർ പരാതിയുമായി രംഗത്ത് വരുന്നതും ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതും. പിന്നീട് DMOയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തണമെന്ന ഒരു ഉത്തരവിടുകയും അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഡോക്ടർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ഈ പാമ്പുകടിയേറ്റ് കൊണ്ടുവന്ന സമയത്ത് നൽകേണ്ട ചികിത്സകളൊന്നും തന്നെ നൽകിയിട്ടില്ല, ആന്റിവെനം ഇഞ്ചക്ഷൻ നൽകിയിട്ടില്ല, അത് കുട്ടിയുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കളരിയോട് നിൽക്കുന്ന കുട്ടിയാണ്. ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആ കുഞ്ഞിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മാത്രമേ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കുമുള്ളൂ. സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് ലിഷോയ്. ഈ ആശുപത്രിയിൽ ഇങ്ങനെ ചികിത്സ വൈകിയതിൽ ഡോക്ടർക്ക് മാത്രമാണോ പങ്ക്? ഇപ്പോൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അടിയന്തര സ്വഭാവമാണ് എന്ന് കണ്ടാൽ അവിടെ OP ടിക്കറ്റ് എഴുതുന്നവരും അവിടെയുള്ള നഴ്സുമാരും ഒക്കെ ഇടപെടേണ്ടതല്ലേ? ഇപ്പോൾ നടപടിക്കുള്ള ശുപാർശ ഏത് തരത്തിലാണ്? ഡോക്ടർക്കെതിരെ മാത്രമാണോ ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശ വരുന്നത്? റിപ്പോർട്ടിൻ പ്രകാരം ഡോക്ടർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിൽ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സ് ഉൾപ്പെടെ ഡോക്ടർക്കെതിരെ മൊഴി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ആന്റിവെനം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഒരു ന്യായമാണ് അന്ന് ഈ ഡോക്ടർ ഈ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ബന്ധുക്കൾ വിവരാവകാശ നിയമപ്രകാരം ഇതേ തീയതിയിൽ ഈ ഹോസ്പിറ്റലിൽ ആന്റിവെനം ഇഞ്ചക്ഷൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ആ വിവരം തേടുകയും ചെയ്തു. അങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആന്റിവെനം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കുട്ടിക്ക് നൽകിയില്ല എന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് തുടർ നടപടികളുമായി ഈ വീട്ടുകാർ മുന്നോട്ട് പോയത്. അങ്ങനെ ഉണ്ടായ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, 2021 സംഭവിച്ച ഒരു കാര്യമാണ്. ഇതിപ്പോൾ 2025 ഇപ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതുവരേക്കും ഈ അന്വേഷണമോ ഒരു ഘട്ടത്തിലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല വീട്ടുകാർക്ക് ഇതുവരേക്കും നീതി ലഭിച്ചിട്ടുമില്ല. MS ലിഷോയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അത്യന്തം ഗൗരവതരമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് വരുന്നത്. സാധാരണ നിലയിൽ ഡോക്ടർമാർക്ക് പിഴവുണ്ടായി, ആശുപത്രിയിൽ ചികിത്സ വൈകി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നടപടി ഉണ്ടാകാറില്ലല്ലോ. ബന്ധുക്കൾ പരാതിപ്പെടുന്നു, നാട്ടുകാർ ബഹളമുണ്ടാക്കുന്നു, ചിലപ്പോൾ ബന്ധുക്കൾക്കെതിരെ കേസ് വരുന്നു. എങ്ങനെയാണ് ഇവിടെ ഗൗരവ സ്വഭാവത്തിലൊരു അന്വേഷണം വന്നത്? ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലൊക്കെ നിരവധി ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലവും വേണ്ടത്ര ചികിത്സയും പരിഗണനയും കിട്ടിയില്ല എന്ന പരാതി പല ഘട്ടങ്ങളിലും ഉണ്ടായതാണ്. അന്വേഷിക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ അതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് പോകുന്നത് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നുമില്ല. എങ്ങനെയാണ് ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഈ സമിതിക്ക് മുന്നിലേക്ക് വരികയും പരിഗണിക്കപ്പെടുകയും ചെയ്തത് ലിഷോയ്?
അതായത് ഈ വീട്ടുകാരുടെ ഒരു ശക്തമായൊരു നിലപാട് തന്നെയാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയില്ല, ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളത്. അതായത് ചികിത്സ ഈ പാമ്പ് കടിക്കുള്ള ചികിത്സ നൽകിയില്ല. ഈ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ ഡോക്ടർ മറ്റൊരു രോഗിയെ ചികിത്സിച്ച് നിന്നു. ഒരു സാധാരണ ഒരു പനിയോ ജലദോഷമോ ആയി വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കുന്ന ലാഘവത്തോടു കൂടി ഈ കുഞ്ഞിനെ ചികിത്സിച്ചു എന്നുള്ളത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അങ്ങനെ ഈ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ ഡോക്ടറോട് ഉൾപ്പെടെ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ആന്റിവെനം ഇഞ്ചക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സംഭവത്തിൽ പിന്നീട് വീട്ടുകാർ തന്നെയാണ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആന്റിവെനം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം വിവരമെടുത്ത സമയത്താണ് ഈ ഡോക്ടർ പറഞ്ഞത് കളവായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അത് ഈ വിവരാവകാശ രേഖയുടെ ഒക്കെ തന്നെ പിൻബലത്തോടു കൂടി ഈ പരാതി DMOക്ക് പിന്നീട് നൽകുകയായിരുന്നു. അങ്ങനെ ഒരു പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നതും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 9-ാം തീയതിയാണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ മെയ് മാസം ആണ് ഈ ഒരു റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ വീട്ടുകാർക്ക് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നത്. ഗൗരവത്തിൽ ആ വിഷയത്തെ പരിഗണിച്ചു എന്നത് വളരെ പ്രധാനമാണ്. ചികിത്സാ പിഴവ് മൂലം 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് ചികിത്സിക്കാത്തത് മൂലം, ചികിത്സ വൈകിയത് മൂലം ജീവൻ നഷ്ടമായത്. ഉചിതമായ തിരുത്തൽ നടപടി ഉണ്ടാകും. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.